ഹലോ, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളുടെ സ്കിൻ കെയർ റുട്ടീന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ അതിൽ തന്നെ കുറെ പേര് എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ദെൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹെയർ കെയർ റുട്ടീനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു വൈ നോട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് എനിക്ക് ആ ഹെയർ കെയർ റുട്ടീന്റെ വീഡിയോ ചെയ്തുകൂടാന്ന് കരുതി. അപ്പൊ ഇന്ന് ഞാൻ ഈ ഹെയർ കെയർ റുട്ടീനെ പറ്റി സംസാരിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ ഹെയർ കെയർ റുട്ടീനിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 4-5 സ്റ്റെപ്പ് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ ഈ ഹെയർ കെയർ റുട്ടീനിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ പോകുന്നത്. നമ്മുടെ ഹെയർ കെയർ റുട്ടീനിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓയിൽ മസാജ് ആണ്. അപ്പൊ ഞാൻ ശരിക്കും ഈ ഓയിൽ മസാജിന് വേണ്ടിയിട്ട് ഒന്നിൽ പാരഷൂട്ടിന്റെ കോക്കനട്ട് ഓയിൽ എടുക്കാറുണ്ട്, ഇല്ലെങ്കിൽ ഒരു ഹെർബൽ ഓയിൽ ഉണ്ട്, നമ്മുടെ ഉലുവയും കറിവേപ്പിലയും സവാളയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് കാച്ചിട്ടുള്ള ഒരു എണ്ണ. അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അത് ഒന്നുകൂടെ ഇടാം, ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇത് രണ്ടിൽ ഏതെങ്കിലുമാണ് ഞാൻ ഓയിൽ മസാജിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ആൻഡ് നമ്മൾ ഓയിൽ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. ഒരുപാട് ചൂടാക്കാൻ പാടില്ല, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഓയിലെ ന്യൂട്രിയൻസ് ഒക്കെ പോകും. അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ട് അതൊന്ന് ലൂക്ക് വാം കൈൻഡ് ഓഫ് രീതിയിലാക്കിയിട്ട് ചെറിയ ചൂടില് കുറച്ച് നമ്മളതൊന്ന് കയ്യിലെടുത്തിട്ട് നല്ലതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക. then അതിനുശേഷം നമ്മൾ മുടിയിൽ എസ്പെഷ്യലി സ്കാൽപ്പിൽ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക, ജെന്റിൽ ആയിട്ടുള്ള ഒരു മസാജ് ചെയ്യുക. ആൻഡ് ഈ എണ്ണ ചൂടാക്കിയാലുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിൽ അത് പെട്ടെന്ന് എണ്ണ അബ്സോർബ് ആവുകയും ചെയ്യും. ആൻഡ് ചെറിയ ചൂടുള്ള എണ്ണയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ വന്നാലുള്ള ഗുണങ്ങൾ, നമ്മുടെ മുടി നല്ലതുപോലെ വളരുകയും ചെയ്യും. ഹെയർ ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയാൻ ഒരു പരിധി വരെ ഇത് സഹായിക്കും കേട്ടോ. അതിനുശേഷം ചില സമയങ്ങളിൽ ഞാൻ ഹെയർ പാക്ക് ഇടാറുണ്ട്. അപ്പം ഹെയർ പാക്കിലും ഞാൻ ഓയിൽ മസാജ് ചെറുതായിട്ട് ചെയ്തിട്ട് എല്ലാ ഹെയർ പാക്കിലും ഒരല്പം എന്തെങ്കിലും ഒരു ഓയിൽ ഞാൻ അതിൽ ഇടാറുണ്ട്. അപ്പൊ ഹെയർ പാക്കും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഒരു മസാജ് കൊടുത്തിട്ട് തലയിൽ നമ്മൾ ഈ ഹെയർ പാക്കും കൂടെ വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നമ്മളത് തലയിൽ വെച്ചിട്ട് വേണം പിന്നെ അത് വാഷ് ചെയ്യാനായിട്ട്. സോ നിങ്ങൾ ഓയിൽ മസാജ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്യുക. ഒരുപാട് ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ എടുത്താൽ മതിയാവും. നോർമൽ ഹെയർ ആണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഓയിൽ എടുത്തിട്ട് നല്ലൊരു ഓയിൽ മസാജ് കൊടുക്കുക കേട്ടോ. അപ്പൊ അതാണ് ഹെയർ കെയർ റുട്ടീനിലെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി നമ്മളുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്, നമ്മൾ ഓയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഡെഫിനറ്റ്ലി ഒന്നുകിൽ ഒരു DIY പാക്ക്, നമ്മൾക്ക് എന്തെങ്കിലും ഹെയർ പാക്ക് ഇട്ടിട്ട് ഷാംപൂ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഷാംപൂ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ ഹെയറിനെ പറ്റിയിട്ട് കെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഹെയർ ഏത് ടൈപ്പ് ആണെന്നുള്ളതാണ്. അത് ഓയിലി ഹെയർ ആണോ, നോർമൽ ഹെയർ ആണോ, ഇല്ല ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണോ, അത് ആദ്യം മനസ്സിലാക്കിയെടുക്കുക. എന്റെയൊക്കെ ഹെയർ കുറച്ച് നോർമൽ ഹെയർ ആണ്, അപ്പൊ ഞാൻ ആ രീതിയിലാണ് ഇത് കെയർ ചെയ്യാറുള്ളത്. സോ ഇപ്പൊ നിങ്ങളുടെ ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാംപൂ ഒരുപാട് ഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉള്ളതാവാൻ പാടില്ല. ജസ്റ്റ് ഒരു മൈൽഡ് ഒരു പ്യൂരിഫൈങ് ഷാംപൂ ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. ആൻഡ് ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഒരു മുടിയാണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് നല്ലതുപോലെ ഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഷാംപൂ തന്നെ വേണം അതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നമുക്ക് ഒരുപാട് എന്താ പറയുക ഫ്രിസി ആയിട്ട് കിടക്കുന്ന ഹെയർ ഒക്കെ ഒന്നും ബെറ്റർ ആവുള്ളൂ. ആൻഡ് നോർമൽ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ജെന്റിൽ ഷാംപൂ ബെറ്റർ ആയിരിക്കും. അപ്പൊ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് പോലെ ഏത് ഷാംപൂ അതിന് കറക്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ വെള്ളം എപ്പോഴും നമ്മളൊരു ലൂക്ക് വാം വാട്ടറിൽ കഴുകുന്നതായിരിക്കും നല്ലത്. തണുത്ത വെള്ളമായാലും കുഴപ്പമില്ല, ഒരുപാട് ചൂടുള്ള വെള്ളത്തിൽ കഴുകാനേ പാടില്ല. ഇപ്പൊ ഒത്തിരി തണുപ്പൊക്കെയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ചിലരൊക്കെ നല്ല ചൂടുവെള്ളത്തിൽ തന്നെ മുടിയൊക്കെ കഴുകാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് മുടിക്ക് വളരെ വളരെ ദോഷമാണ് കേട്ടോ. ഒന്ന്, നമ്മുടെ മുടി ഭയങ്കരമായിട്ട് അത് ഡാമേജ് ചെയ്യും. പിന്നെ നമ്മുടെ ഹെയറിലുള്ള എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ കളയും. അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഹെയറിൽ കുറച്ച് മോയ്സ്ചർ ഉണ്ടാവും, അപ്പൊ അതൊക്കെ അങ്ങ് ഡ്രെയിൻ ചെയ്യും. പിന്നെ നമ്മുടെ ഹെയർ ഭയങ്കര ഫ്രിസി ആയിട്ട് നമുക്ക് ഒരിക്കലും, പിന്നെ ഫുൾ നമുക്കുള്ളത് നമ്മുടെ ബാഡ് ഹെയർ ഡേയ്സ് ആയിരിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളുക. ലൂക്ക് വാം വാട്ടർ തന്നെ വേണം നമ്മൾ വാഷ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കുറച്ച് തണുത്ത വെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അടുത്തതായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷാംപൂ ചെയ്യുമ്പോൾ കുറെ പേരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഷാംപൂ കയ്യിലെടുത്തിട്ട്
നമ്മൾ സ്കാൽപ്പിൽ ഇടാതെ സ്ട്രെയിറ്റ് നമ്മളുടെ ഹെയറിന്റെ എൻഡിലോട്ടൊക്കെയാണ് ഇടുന്നത്. കാര്യം അവിടെയാണ് ഏറ്റവും കൂടുതൽ നല്ലതുപോലെ ഷാംപൂ വരേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ദാറ്റ് ഈസ് നോട്ട് ദ പ്രോപ്പർ വേ ടു ടേക്ക് കെയർ ഓഫ് യുവർ ഹെയർ. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഷാംപൂ കയ്യിലെടുത്തിട്ട് സ്കാൽപ്പിൽ വേണം നല്ലതുപോലെ ഷാംപൂ മസാജ് ചെയ്ത് വാഷ് ചെയ്യാനായിട്ട്. ബിക്കോസ് നമ്മുടെ സ്കാൽപ്പിലാണ് ഏറ്റവും കൂടുതൽ അഴുക്കുകൾ ഉണ്ടാവുക, അതേപോലെ തന്നെ ഓവറായിട്ടുള്ള ഓയിലൊക്കെ വന്നിട്ട് അത് ഡെപ്പോസിറ്റ് ആവുന്നത്, ഡേർട്ട് ഡെപ്പോസിറ്റ് ആവുന്നത് എല്ലാം നമ്മുടെ സ്കാൽപ്പിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴും തലയോട്ടി വേണം നല്ലതുപോലെ വാഷ് ചെയ്യാനായിട്ട്. ആൻഡ് കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കയ്യിലെടുത്തിട്ട് നമ്മളുടെ മുടിയിലൊക്കെ ഒന്ന് വാഷ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്കാൽപ്പിൽ ഇടുന്ന ആ ഒരു ഷാംപൂ ഒക്കെ ആണെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളുടെ ഈ ലെങ്ത്സിലേക്കും എൻഡിലേക്കും ഒക്കെ വന്നിട്ട് അവിടെയും ക്ലെൻസ് ആവുകയും ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം ഷാംപൂ കയ്യിലെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ എൻഡ്സിലൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതിയാവും. ആൻഡ് മേക്ക് ഷുവർ നിങ്ങളുടെ മുടിയുടെ എൻഡ്സ് ഒക്കെ എപ്പോഴും നല്ല ക്ലെൻസ് ആയിട്ടുണ്ടാവണം, ഹൈഡ്രേറ്റ് ആയിട്ടുണ്ടാവണം. സോ ഷാംപൂ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ആൻഡ് ഞാൻ വാഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂ എന്ന് പറയുന്നത് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിന്റെയാണ്. ഇത് 2-in-1 കംപ്ലീറ്റ് സ്കാൽപ് കെയർ ആണ്. എനിക്കിത് വളരെ വളരെ ഇഷ്ടമുള്ള ഒരു ഷാംപൂ ആണ്. എസ്പെഷ്യലി നമ്മൾ സമ്മർ ടൈമിലൊക്കെ ഒരുപാട് ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ള സമയമല്ലേ, അപ്പം ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്നെ ഈ ഷാംപൂ. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. ആൻഡ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കണ്ടീഷണറിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഷാംപൂവും കഴിഞ്ഞു, സോ ദ നെക്സ്റ്റ് തിങ് ഈസ് കണ്ടീഷനിങ്. ഷാംപൂ ചെയ്തിട്ട് അങ്ങനെ മുടിയൊക്കെ തോർത്തിയിട്ട് ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങൾ ഷാംപൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടീഷണർ കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോഴേ നമ്മുടെ ഹെയർ ഒക്കെ പ്രോപ്പർ ആയിട്ട് സിൽക്കി ആയിട്ട് സ്മൂത്ത് ആയിട്ട് കിടക്കുള്ളൂ. ആൻഡ് കണ്ടീഷണർ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഷാംപൂ സ്കാൽപ്പിൽ തന്നെ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ബട്ട് കണ്ടീഷണർ നേരെ തിരിച്ചാണ്. സ്കാൽപ്പിൽ ഇടേണ്ട കാര്യമില്ല, ബിക്കോസ് ഇറ്റ് വിൽ ക്ലോഗ് ദ പോർസ്. സോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എൻസിലും ലെങ്തിലും മാത്രമേ, മുടിയിൽ മാത്രമേ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് കുറച്ച് പല്ലകലുള്ള ചീപ്പ് ഉണ്ടാവില്ലേ, കുറച്ച് വലുത്, കുറച്ച് വൈഡ് ആയിട്ടുള്ള കുറച്ച് കോമ്പ് ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചീവി കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇതായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ, ഫ്രിസി ആയിട്ട് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡി ആവുകയും ചെയ്യും. ആൻഡ് അത് പ്രോപ്പർ വേ ആണ്, നമ്മളുടെ ഹെയറിന് നല്ലൊരു മസാജ് കിട്ടുന്നത് പോലെ ഇരിക്കും. എന്നിട്ട് അതിനുശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ പിന്നെ വാഷ് ചെയ്യാൻ പാടില്ല. 5 മിനിറ്റിന് ശേഷം മാത്രമേ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന കണ്ടീഷണർ പാന്റീന്റെ ഒരു കണ്ടീഷണറാണ്. ഇതിൽ 5-in-1 ഒരു ഇതാണ് കേട്ടോ ഉള്ളത്. ബിക്കോസ് ഇതിൽ പ്രോ വൈറ്റമിൻ B5 കോംപ്ലെക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ആൻഡ് ഇതെന്റെ ഹെയർ എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല സ്മൂത്ത് ആക്കി വെക്കാറുണ്ട്. അതേപോലെ തന്നെ ഞാൻ ബാക്കി യൂസ് ചെയ്തിട്ടുള്ള കണ്ടീഷണറൊക്കെ വെച്ചിട്ട് എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്, ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരു കണ്ടീഷണർ ഇതാണ്, പാന്റീന്റെ ആണ് കേട്ടോ. ആൻഡ് ഷാംപൂ വാഷ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴും വീക്ക്ലി 3 തവണയൊക്കെ ചെയ്താൽ മതിയാവും. ഡെയിലി ഷാംപൂ വാഷ് ചെയ്യാൻ പാടില്ല, അത് നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ഡാമേജ് ആക്കി കളയും. അപ്പോൾ കണ്ടീഷണർ ചെയ്യുമ്പോഴും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മുടെ ഹെയർ കെയർ റുട്ടീനിലെ ലാസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ സിറം യൂസ് ചെയ്യുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലോറിയൽ പാരിസിന്റെ സ്മൂത്ത് ഇന്റൻസ് ഇൻസ്റ്റന്റ് സ്മൂത്തിങ് സിറാണ്. ആൻഡ് ഐ ലവ് ദിസ് വൺ ബിക്കോസ് ഇത് ഇന്റൻസ് ആയിട്ട് നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തരുന്നുണ്ട് ആൻഡ് സിൽക്കി ആക്കുന്നുണ്ട് നമ്മുടെ ഹെയറിനെ. ഈ ഹെയർ സിറം എന്തുകൊണ്ട് യൂസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡാമേജ് ആയിട്ടുള്ള ഹെയറിനെയൊക്കെ ഒരു പരിധി വരെ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നു. ആൻഡ് ഓഫ് കോഴ്സ് നമ്മളിപ്പം അയൺ ചെയ്തിട്ട് കേൾ ചെയ്തിട്ട് ഹീറ്റിംഗ് എക്യുപ്മെന്റ് വെച്ചിട്ടുള്ള എന്ത് സംഭവങ്ങളും നമ്മൾ ഹെയറിൽ ചെയ്തിട്ടുണ്ടെങ്കിലും മുടിയൊക്കെ ഡെഫിനറ്റ്ലി ഡാമേജ് ആവും. അപ്പോൾ ഒരു ഹീറ്റ് പ്രൊട്ടക്ടന്റ് ഒരു എന്തെങ്കിലും ഒരു സ്പ്രേ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യുക. ആൻഡ് നമ്മൾ കണ്ടീഷനിങ് കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി സിറം യൂസ് ചെയ്യാം. സോ സിറം യൂസ് ചെയ്താലുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ ഒക്കെ ആണെങ്കിൽ സിൽക്കി സ്മൂത്ത് ആക്കി വെക്കും. അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു മോയ്സ്ചർ തരും. ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ള സമയത്ത് ഒരുപാട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഹ്യൂമിഡിറ്റി ഉള്ള ടൈമിൽ നമ്മുടെ ഹെയർ ഒക്കെ ഡാമേജ് ആവുന്നത് ഒരു പരിധി വരെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഡെഫിനറ്റ്ലി ഒരു ഹെയർ സിറം നിങ്ങൾ യൂസ് ചെയ്യുക. ആൻഡ് ഇത് കുറച്ച് ഒരു 2-3 ഡ്രോപ്സ് കയ്യിലെടുത്തിട്ട് ഈവൻ ആയിട്ട് നമ്മുടെ ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. വെറ്റ് ഹെയർ ആണെങ്കിൽ. ഡ്രൈ ഹെയറിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രം സിറം യൂസ് ചെയ്തിട്ട് മാത്രം നിങ്ങളൊന്ന് സ്റ്റൈൽ ചെയ്തിട്ടാൽ മതിയാവും.
ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നമ്മളുടെ ഹെയർ കെയർ റുട്ടീനിൽ അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ പ്രോപ്പറായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഒക്കെ ഡെഫിനറ്റ്ലി നല്ല സ്മൂത്ത് ആയിട്ടും സിൽക്കി ആയിട്ടും കിടക്കും, നല്ല ഹെൽത്തി ആയിട്ട് ഗ്രോ ആവുകയും ചെയ്യും. ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി ത്രൈസ് 3 അല്ലെങ്കിൽ മാക്സിമം 4 തവണ മാത്രം ഷാംപൂ ചെയ്യുക. ഷാംപൂ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി കണ്ടീഷണർ യൂസ് ചെയ്യുക, സിറം യൂസ് ചെയ്യുക. ആൻഡ് വീക്ക്ലി വൺസ് ഓയിൽ മസാജ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഹെയറിന് വേണ്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഓർ ജസ്റ്റ് മെസ്സേജ് മീ. അപ്പൊ എന്തായാലും നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.